അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു റമദാൻ എന്ന നമ്മുടെ പോഡ്കാസ്റ്റ് സീരീസിൽ ഈ ഒരു എപ്പിസോഡിൽ പ്രേക്ഷകർക്ക് അറിയാനുള്ളത് തറാവീഹ് നമസ്കാരത്തെ സംബന്ധിച്ചിട്ടാണ്. എന്താണ് തറാവീഹ് നമസ്കാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് നമസ്കരിച്ചിട്ടുണ്ടോ? അതോ ഇത് റമദാനിൽ മാത്രമുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള നമസ്കാരമാണോ? ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മാഷാ അല്ലാഹ്, വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പ്രത്യേകിച്ചും റമദാനിൽ തറാവീഹിനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യവുമാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത് ചോദിച്ചത് എന്താണ് തറാവീഹ് നമസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ്. തറാവീഹ് എന്ന വാക്ക് യഥാർത്ഥത്തിൽ തർവീഹ എന്ന വാക്കിൻ്റെ ജംആണ്, ബഹുവചനമാണ്. തർവീഹ എന്ന് പറഞ്ഞാൽ റാഹത്തിൽ നിന്ന് വന്നതാണ്, വിശ്രമിക്കുക എന്നർത്ഥം. ഇത് ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബു അത്തറാവീഹിൽ അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ വിശ്രമിക്കുക എന്നർത്ഥം വരുന്ന തറാവീഹ് എന്ന പേര് ഈ നമസ്കാരത്തിന് നൽകാനുള്ള കാരണം, സലഫുകൾ രാത്രിയിലെ ഈ നമസ്കാരം ഓരോ 2 റക്അത്തുകൾക്കിടയിലും അല്ലെങ്കിൽ 4 റക്അത്തുകൾക്കിടയിൽ അവർ വിശ്രമിച്ചിരുന്നു. ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ട് നമസ്കരിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ നമസ്കരിക്കുന്നത് കൊണ്ടാണ് അതിന് തറാവീഹ് എന്ന് പേര് നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തറാവീഹ് എന്ന പേര് നൽകപ്പെടാനുള്ള കാരണം 2 റക്അത്തുകൾക്കിടയിൽ അല്ലെങ്കിൽ 4 റക്അത്തുകൾക്കിടയിൽ എന്ത് ചെയ്യുന്നു? ഒരു വിശ്രമിക്കുന്നു. ഇതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. പിന്നെ രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ നമസ്കരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ റമദാനിൽ നമസ്കരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. അൽഹംദുലില്ലാഹ്, ഈ ഒരു വിശ്രമം പോലും യഥാർത്ഥത്തിൽ നബിചര്യയിൽപ്പെട്ടതാണ്. അതിനുള്ള തെളിവ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കപ്പെടുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനിലെ നമസ്കാരം എങ്ങനെയായിരുന്നു? അപ്പോൾ അവരുടെ മറുപടി, മാ കാന യസീദു ഫി റമദാന വലാ ഫി ഗൈരി അലാ 11 റക്അ. റമദാനിലാകട്ടെ അല്ലാത്ത കാലത്താകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല. എന്നിട്ട് അവർ പറയുന്നത് യുസല്ലി അർബഅൻ, 4 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കും. ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിൻ്റെ ഭംഗിയെക്കുറിച്ചോ അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചോ എന്നോട് ചോദിക്കരുത് എന്നാണ്. അത്രയും ദൈർഘ്യമേറിയ ഭംഗിയുള്ള നമസ്കാരം. ഇവിടെ 4 റക്അത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റയടിക്കുള്ള 4 റക്അത്തല്ല, അങ്ങനെ പറഞ്ഞവരുണ്ട്. മറിച്ച് 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടും. കാരണം രാത്രി നമസ്കാരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, 2 എന്നാണ്. അപ്പോൾ പിന്നെ ഇവിടെ അർബഅൻ എന്ന് പറഞ്ഞത് 4 റക്അത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി ഒന്ന് വിശ്രമിക്കും. പിന്നെ വീണ്ടും അവർ പറയുകയാണ് സുമ്മ യുസല്ലി അർബഅൻ, പിന്നെയും 4 റക്അത്ത് നമസ്കരിക്കും. എന്നിട്ട് ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കാറ് പോലും ഉണ്ട് എന്നാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ നബിയോട് ചോദിക്കും, അല്ലാഹുവിൻ്റെ റസൂലേ അതനാമു ഖബ്ല അൻ തൂത്തിർ, നിങ്ങൾ വിത്ർ നമസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങുകയാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ആയിഷ, എൻ്റെ ഹൃദയം ഉറങ്ങുന്നില്ല, എൻ്റെ കണ്ണുകളാണ് ഉറങ്ങുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയും. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ കിടക്കുക വരെ ചെയ്തു എന്ന് പറഞ്ഞാൽ റാഹത്തെടുത്തു, വിശ്രമിച്ചു. അപ്പോൾ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടാണ് രാത്രി നമസ്കാരം നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഈ നിലക്കുള്ള ഒരു പേര് നൽകപ്പെട്ടത്. ഒരു നമസ്കാരത്തിനോ അതല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും അതിൻ്റെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്ത പേരുകൾ നൽകിയേക്കാം. പേരിൻ്റെ എണ്ണം കൂടിയതുകൊണ്ട് അത് പ്രത്യേക ആരാധനയാവുന്നില്ല. അതുകൊണ്ട് തന്നെ തറാവീഹ് എന്ന് പേര് നൽകപ്പെട്ടു എന്നതുകൊണ്ട് അത് പ്രത്യേകമായ ഒരു ഇബാദത്തല്ല, റമദാനിൽ മാത്രമുള്ളതുമല്ല. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ ഒരു ധാരണ ചോദ്യകർത്താവിന് ഇല്ലാതിരിക്കാൻ വേണ്ടി റമദാനിലാകട്ടെ അല്ലാത്ത കാലത്താകട്ടെ നബിയുടെ നമസ്കാരം ഇങ്ങനെയായിരുന്നു എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് റമദാനിൽ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ജനങ്ങളെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തായി റമദാനിൽ നമസ്കരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, കാന യുറഗ്ഹിബു ഫീ ഖിയാമി റമദാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ പ്രത്യേകം നമസ്കരിക്കാൻ വേണ്ടി ഖിയാമു അല്ലൈൽ അല്ലെങ്കിൽ ഖിയാമു റമദാൻ നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിരുന്നു, പക്ഷേ നിർബന്ധിച്ചിരുന്നില്ല എന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറയും, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ച് ആരാണോ റമദാനിൽ
നമസ്കരിക്കുന്നത് അവരുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ഇമാം തിർമിദി, അതേപോലെ തന്നെ അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിം അവരെല്ലാം ഉദ്ധരിക്കുന്ന അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ റമളാനിൽ നോമ്പ് നോറ്റു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ 23 ദിവസം ഞങ്ങളെയും കൊണ്ട് നമസ്കരിച്ചില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ 7 ദിവസം ബാക്കി നിൽക്കെ ഞങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഞങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഫജ്ർ ആകുമെന്ന് അല്ലെങ്കിൽ അത്താഴം നഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോയി. അത്രയും ദീർഘമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. എന്നാൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ല. സ്വഹാബികൾ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത്, അള്ളാഹു ഈ നമസ്കാരം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കും എന്ന് ഞാൻ ഭയപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ ജമാഅത്തായി 3 ദിവസം നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ തറാവീഹ് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട്, റമളാനിൽ നമസ്കരിച്ചിട്ടുണ്ട്. ഇത് റമളാനിൽ മാത്രമുള്ളൊരു നമസ്കാരമല്ല, രാത്രി നമസ്കാരം പൊതുവേ ഇസ്ലാമിലുള്ളതാണ്. പക്ഷേ റമളാനിൽ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാനുള്ള വിശദീകരണം. അൽഹംദുലില്ലാ, എന്താണ് തറാവീഹ് നമസ്കാരം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി തറാവീഹ് നമസ്കാരത്തിൻ്റെ എണ്ണത്തെ സംബന്ധിച്ചാണ് അറിയാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര റക്അത്താണ് തറാവീഹ് നമസ്കരിക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ ചർച്ചകളുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ചർച്ചകളുണ്ട്. 11 23 23-ൽ കൂടുതലുണ്ടോ? അപ്പോൾ എത്ര റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നമസ്കരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക എന്താണ്? മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഇത് വളരെ അനിവാര്യമായ അത്യാവശ്യമായ ഒരു ചോദ്യമാണ്. ധാരാളം ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് തറാവീഹ് നമസ്കാരത്തിൻ്റെ എണ്ണം. യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാത്രി നമസ്കാരത്തിന് എണ്ണത്തിലല്ല പ്രാധാന്യം, വണ്ണത്തിലാണ് പ്രാധാന്യം. എത്ര നേരം അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവിൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. നബിയെ, രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കൂ. ഒന്നെങ്കിൽ രാത്രി പകുതി, ഉദാഹരണത്തിന് 10 മണിക്കൂറാണെങ്കിൽ 5 മണിക്കൂർ നമസ്കരിക്കൂ, അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കുറച്ചോളൂ, അല്ലെങ്കിൽ കൂട്ടിക്കോളൂ. അപ്പോൾ കൂടുതൽ നിന്ന് നമസ്കരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സത്യവിശ്വാസികളുടെ സിഫത്ത് വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങുന്നുള്ളൂ, ബാക്കി സമയം എന്താണ് ചെയ്യുന്നത്? സുദീർഘമായി നമസ്കരിക്കുകയാണ്. ഏറ്റവും അഫ്ളലായ നമസ്കാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തൂലുൽ ഖുനൂത്ത് എന്നാണ്. സുദീർഘമായ നമസ്കാരം, അതാണ് ഏറ്റവും അഫ്ളലായ നമസ്കാരം. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ, പൂർവികരും ആധുനികരും ഇജ്മാഅോടുകൂടി പറഞ്ഞ കാര്യമാണ്, രാത്രി നമസ്കാരത്തിൻ്റെ എണ്ണത്തിലല്ല വണ്ണത്തിലാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ സുദീർഘമായി നമസ്കരിക്കാൻ സാധിക്കുകയാണെങ്കിൽ എണ്ണം കുറച്ച് ദൈർഘ്യം കൂട്ടി നമസ്കരിക്കുക. ഇനി അതിന് കഴിയില്ലെങ്കിൽ റക്അത്തുകളുടെ എണ്ണം കൂട്ടുക. ഇടക്കിടക്ക് റുക്കുവും സുജൂദുമാകുമ്പോൾ ആളുകൾക്ക് ഒരു ആശ്വാസം ഉണ്ടാകും. അങ്ങനെ റക്അത്തുകളുടെ എണ്ണം കൂട്ടിയിട്ട് ദീർഘിപ്പിക്കുക. അപ്പോൾ കൂടുതൽ നിൽക്കുക എന്നുള്ളതാണ്. അത് സുദീർഘമായി നിന്നുകൊണ്ട് റക്അത്തിൻ്റെ എണ്ണം കുറച്ചുകൊണ്ടുമാവാം, അല്ലെങ്കിൽ റക്അത്തുകളുടെ എണ്ണം കൂട്ടിയിട്ടുമാകാം. അതൊക്കെ ഓരോ ആളുകളുടെ സ്വഭാവമനുസരിച്ച്, അവരുടെ ഖുവ്വത്തനുസരിച്ച്, അതല്ലെങ്കിൽ ഒരു നാട്ടിലെ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹല്ലിലെ കമ്മിറ്റി തീരുമാനിക്കുന്നതനുസരിച്ച് ആ എണ്ണം നിശ്ചയിക്കാവുന്നതാണ്. അതിന് നിർണിതമായ ഒരു എണ്ണമില്ല എന്നുള്ള വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്, മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്കിടയിൽ ഇജ്മാ ഉണ്ട്, സലഫുകൾക്കിടയിൽ ഇജ്മാ ഉണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ, അത് 11 റക്അത്തിൽ കൂടുതൽ ആവാൻ പാടില്ല എന്ന ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ആ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ഈ ഇജ്മാഇനെയോ അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ പ്രമാണങ്ങളെയോ ബാധിക്കാത്ത അഭിപ്രായങ്ങൾ മാത്രമാണ് എന്നാണ് നമുക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 11-ൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു, എണ്ണത്തിലല്ല പ്രാധാന്യം എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ താരതമ്യം ചെയ്യുന്നത്? മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, റമളാനിലും അല്ലാത്ത കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എണ്ണത്തിലല്ല പ്രാധാന്യം, വണ്ണത്തിലാണ്. അത് പറയാനുള്ള കാരണം, അത് കഴിഞ്ഞ് ഉടനെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്,
4 റക്അത്ത് നമസ്കരിക്കും, അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചോ ഭംഗിയെക്കുറിച്ചോ ചോദിക്കരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം പൊതുവേ ദൈർഘ്യമേറിയ നമസ്കാരമായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു എണ്ണത്തിൽ ക്ലിപ്തപ്പെടുത്തിയാൽ പൊതുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ഹദീസിനെ ഉലമാക്കൾ മനസ്സിലാക്കി തരുന്നത് അധിക സന്ദർഭത്തിലും നബിയുടെ നമസ്കാരം അപ്രകാരമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരമാകട്ടെ സുദീർഘവുമായിരുന്നു. എന്ന് മാത്രമല്ല, ഒരു ഹദീസിനെ മനസ്സിലാക്കേണ്ടത് മറ്റു ഹദീസുകളുടെ കൂടി പിൻബലത്തോടു കൂടിയായിരിക്കണം. കാരണം 11 കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞല്ലോ. അതേ ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10ഉം 3ഉം 13 നമസ്കരിച്ചിട്ടുണ്ട്, 13 കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അബീ ഖൈസ് റളിയല്ലാഹു അൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, നബിയുടെ രാത്രി നമസ്കാരം എങ്ങനെയായിരുന്നു? ഇത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ കൃത്യമായി പറയുന്നുണ്ട്, കാന യൂത്തിറു ബി 43 വബി 63 വബി 83 വബി 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4ഉം 3ഉം നമസ്കരിക്കും. ഇതാണ് നബിയുടെ ഏറ്റവും ചുരുങ്ങിയ നമസ്കാരം, 7 റക്അത്ത്. പിന്നെ 6ഉം 3ഉം നമസ്കരിക്കും 9, 8ഉം 3ഉം നമസ്കരിക്കും 11. പിന്നെ കൃത്യമായി പറയുകയാണ് 10ഉം 3ഉം നമസ്കരിക്കും, അഥവാ 13 നമസ്കരിക്കും. എന്നിട്ട് വീണ്ടും ആഡ് ചെയ്യുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ, ലം യകുൻ യൂത്തിറു ബി അക്സറ മിൻ 13, 13 റക്അത്തിൽ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. വലാ ബി അൻഖസ മിൻ 7, 7ൽ കുറവും നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്ന ഹദീസിനെ, ഈ ഹദീസ് കൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നത് എന്താണ്? 13 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് അള്ളാഹുവിൻ്റെ റസൂൽ 11 കൂടുതൽ നമസ്കരിച്ചിട്ടുണ്ട്. അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ നമസ്കരിക്കൽ ജായിസാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തരികയാണ് എന്ന് അതിൽ നിന്ന് വളരെ കൃത്യമാണ്. മാത്രമല്ല അതിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 റക്അത്തിൽ കുറവ് നമസ്കരിച്ചിട്ടില്ല. വലാ ബി അൻഖസ മിൻ 7, 7 റക്അത്തിൽ കുറവ് നമസ്കരിച്ചിട്ടില്ല. എന്നാൽ നാമൊക്കെ ചിലപ്പോൾ 1 റക്അത്ത് നമസ്കരിക്കാറില്ലേ? ഉണ്ട്. 3 റക്അത്ത് വിത്ർ നമസ്കരിക്കാറില്ലേ? ഉണ്ട്. 5 റക്അത്ത് നമസ്കരിക്കാറുണ്ട്. അപ്പോൾ അത് പാടില്ല എന്നതിൽ നിന്ന് കിട്ടുമോ? കാരണം 11 കൂടുതൽ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ, അതിൽ കൂടുതൽ നമുക്ക് നമസ്കരിക്കാൻ പാടില്ലെങ്കിൽ 7 കുറവും നമസ്കരിച്ചിട്ടില്ല എന്നാര് പറയുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പോൾ 7 കുറവ് നമസ്കരിക്കാൻ പാടില്ല എന്ന് വരും. പക്ഷെ നമ്മൾ നമസ്കരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം നമുക്കറിയാം 1 റക്അത്ത് കൊണ്ട് നമസ്കരിക്കാനും 3 റക്അത്ത് കൊണ്ട് നമസ്കരിക്കാനും 5 റക്അത്ത് കൊണ്ട് നമസ്കരിക്കാനും ആരുടെ അനുവാദമുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദമുണ്ട്. ഇതേപോലെ രാത്രി നമസ്കാരം അള്ളാഹുവിൻ്റെ റസൂൽ അധികവും 11 നമസ്കരിച്ചത്, ചിലപ്പോൾ 13 നമസ്കരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ നമസ്കരിച്ചത് സ്വഹീഹായ നിലക്ക് വന്നിട്ടില്ല. ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫതുൽ ബാരിയിൽ പറയുന്നത് വഹാദ അസഹ്ഹു മാ വഖഫ്തു അലൈഹി എന്നാണ്. ഞാൻ കണ്ടതിൽ വെച്ച് സ്വഹീഹായ ഹദീസുകളിൽ നബി നമസ്കരിച്ച ഏറ്റവും അധികരിച്ച എണ്ണം 13, അഥവാ 23 നമസ്കരിച്ചു എന്ന ഹദീസുകൾ ദുർബലമാണ് എന്നും അങ്ങനെ ഒരു ഹദീസ് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഏറിയാൽ ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം 13 എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. അതിൻ്റെ അർത്ഥം അതിൽ കൂടുതൽ നമസ്കരിക്കാൻ പാടില്ല എന്നല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ നമസ്കാരത്തെ സംബന്ധിച്ച് ചോദിച്ചവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി എണ്ണത്തിൻ്റെ വിഷയമല്ല. ഉദാഹരണത്തിന് ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, രാത്രി നമസ്കാരം എങ്ങനെയാണ് നബിയെ നിർവഹിക്കേണ്ടത്? അപ്പോൾ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് അറിയാത്ത ഒരാളാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം നൽകുമ്പം ഈ എണ്ണത്തിന് പ്രാധാന്യമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ എന്തായാലും വിശദീകരണത്തിൽ 11 കൂടുതൽ പാടില്ല എന്ന് പറയും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, ഈ രണ്ട് റക്അത്തായിട്ട് നമസ്കരിക്കുക. ഫഇദാ ഖശീത സുബ്ഹ ഫഔതിർ ബിവാഹിദ, സുബ്ഹിയാകുമെന്ന് ഭയപ്പെട്ടാൽ 1 റക്അത്ത് കൊണ്ട് വിത്തറാക്കുക. തൂത്തിറു ലക മാ ഖദ് സല്ലൈത്ത്, നീ നേരത്തെ എത്ര റക്അത്താണോ നമസ്കരിച്ചത് അതിനെന്ത് ചെയ്യും? അത് ഒറ്റയാക്കും. അപ്പോൾ സുബഹിയാകുന്നതിനെ ഭയപ്പെടാനാണ് പറഞ്ഞത്. 11 കൂടുന്നോ എന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റഹ്മത്തുള്ളാഹി അലൈഹി, അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വല്ല സമയവുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, രാത്രിയുടെ അവസാന യാമത്തിലുള്ള നമസ്കാരം.
ആ സമയത്ത് അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ്. സ്വല്ലിമ ബദാലക് ഹത്ത തുസല്ലി സുബ്ഹ. നിനക്ക് എത്രയാണോ തോന്നുന്നത് അത്രയും നമസ്കരിച്ചോ ഫജറാകുന്നത് വരെ. അവിടെ മാ ബദാലക് എന്ന് പറഞ്ഞു, നിനക്ക് തോന്നുന്നത്ര. മറ്റൊരു റിവായത്തിലുള്ളത് സ്വല്ലിമ ഷിഅ്ത, നിനക്ക് ഇഷ്ടമുള്ളത്ര. അപ്പോൾ ഇഷ്ടമുള്ളത്ര നമസ്കരിക്കാം. അതുകൊണ്ടാണ് സഹാബികൾ 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ നമസ്കരിച്ചു എന്നത് സ്ഥിരപ്പെട്ട കാര്യമാണ്. മദ്ഹബിൻ്റെ ഇമാമിങ്ങളൊക്കെ 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചവരാണ്. സലഫുകൾ പിൽക്കാലഘട്ടത്തിൽ എല്ലാവരും 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചവരാണ്. അത് 23 നമസ്കരിച്ചവരുണ്ട്, 36 നമസ്കരിച്ചവരുണ്ട്, പല എണ്ണങ്ങളും വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തത്വം. അഥവാ നൃത്തത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കുകയാണെങ്കിൽ റക്അത്തിൻ്റെ എണ്ണം കൂട്ടും, ദൈർഘ്യം കൂട്ടുകയാണെങ്കിൽ റക്അത്തിൻ്റെ എണ്ണം കുറയ്ക്കും. ഇതാണ് അവർക്കിടയിലുള്ള തത്വം. അതുകൊണ്ടാൽ കൂടുതൽ റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുക, അതാരാണോ ചെയ്യുന്നത് അവരാണ് കൂടുതൽ അഫ്ളലായിട്ടുള്ളത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 11 റക്അത്തിൽ കൂടാൻ പാടില്ല എന്ന വാദം തെറ്റാണ്. അതേപോലെ തന്നെ തെറ്റായ വാദമാണ് തറാവീഹ് എന്ന് പറഞ്ഞാൽ 20 റക്അത്താണ്, അതും 3 റക്അത്ത് വിത്റും 23. 11 എന്നുള്ളത് തറാവീഹുമായിട്ട് അതിന് ബന്ധമില്ല, അത് ഖിയാമുൽ ലൈലല്ല, അത് വിത്ർ മാത്രമാണ് എന്ന് വാദിക്കുന്നവർക്ക് യാതൊരു ഹുജ്ജത്തുമില്ല. മറിച്ച് ഇത് എത്രയും നമസ്കരിക്കാം. 23 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത് എന്ന ഹദീസുകളെല്ലാം ദുർബലമാണ്. 11 അല്ലെങ്കിൽ 13 കുറ്റമറ്റ രൂപത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് 23 കുറയാൻ പാടില്ല എന്ന വാദവും തെറ്റാണ്. 11 കൂടിയാൽ അത് ബിദ്അത്താണ് എന്ന വാദവും പ്രമാണങ്ങളുടെ പിൻബലത്തോടു കൂടി നോക്കിയാൽ തെറ്റാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ 23 നമസ്കരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള പള്ളികളിൽ പോകാമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും 23 ഉണ്ടെങ്കിൽ കൂടുതൽ ദൈർഘ്യം അവിടെയല്ലേ ഉണ്ടാകുക, അപ്പോൾ അവിടെ പോകൽ അനുവദനീയമാണോ? മാഷാ അല്ലാ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 23 റക്അത്ത് നമസ്കരിക്കുന്നു, അതിൻ്റെ പിറകെ കൂടുന്നത് തെറ്റല്ല എന്നുള്ളത് എന്തായാലും ക്ലിയറാണ്. ആ ഒരു എണ്ണത്തെ മാത്രമാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ. എന്നാൽ അതേ സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും 23 23 നമസ്കരിക്കുന്നത് സമസ്തയുടെ പള്ളികളിലാണ്. സമസ്തയുടെ ഒരു പ്രശ്നം, ഇത് അവർക്ക് വിഷമമുണ്ടാകാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യമല്ല, മറിച്ച് അവർ തന്നെ പറഞ്ഞ കാര്യം സത്യമായി പറയണമല്ലോ. സമസ്തയുടെ അഖീദ എന്ന് പറയുന്നത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാനുള്ള ലൈസൻസാണ് എന്നുള്ള നിലക്കാണ് അവർ അതിനെ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് വിശ്വസിച്ചാൽ മറ്റാരും ഇലാഹല്ല എന്ന വിശ്വാസത്തോടു കൂടി മൊഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോടൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കാം, അവരോട് സഹായം തേടാം, യാതൊരു കുഴപ്പവുമില്ല, രോഗം മാറാൻ, കുട്ടികളെ കിട്ടാൻ, നല്ല ജീവിതം ലഭിക്കാൻ തുടങ്ങി ഏത് കാര്യങ്ങൾക്കും മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാം, അവരോട് സഹായം തേടാം എന്ന അഖീദയാണ് ഇരു സമസ്തകൾക്കുമുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ ഇത്തരമൊരു കാര്യത്തിനുള്ള ലൈസൻസ് ആയിട്ടാണ് അവരിലെ പ്രഗത്ഭരായ ആളുകൾ സംവാദ വേദികളിൽ പോലും സമർത്ഥിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന വ്യക്തമായ അഖീദ ഉള്ള ഒരു പള്ളിയിൽ പോയി നമ്മൾ നമസ്കരിക്കുമ്പോൾ പല ശിർക്കൻ പ്രവർത്തനങ്ങൾക്കും സാക്ഷികളാകേണ്ടി വരും, ചിലപ്പോൾ കൂട്ടുനിൽക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും. അതേപോലെ തന്നെ ബിദ്അത്തിന്റെ കാര്യത്തിൽ സമസ്തയുടെ അടിസ്ഥാനവാദം എന്താണ്? ഒരു കാര്യം ദീനിയായി സ്ഥിരപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യണമെന്നില്ല. നല്ല കാര്യങ്ങളാണെങ്കിൽ അത് ആർക്കും ഉണ്ടാക്കാം. ഉദാഹരണത്തിന് പ്രത്യേക നമസ്കാരങ്ങൾ ആളുകൾക്ക് തന്നെ പുണ്യം നിശ്ചയിച്ച് എത്ര റക്അത്ത് വേണമെങ്കിലും നമസ്കരിക്കാം. കാരണം നബി ചെയ്തിട്ടില്ലെങ്കിൽ നമസ്കാരമല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ, നല്ലതാണെങ്കിൽ അതൊക്കെ ചെയ്യാം. നബി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നതാണ് അവരുടെ ബേസ്. അത് വ്യക്തമായ ബിദ്അത്താണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്രകാരം ശിർക്കും ബിദ്അത്തിനും തെറ്റായ അസ്ലുകൾ നൽകിക്കൊണ്ട് പ്രചരിപ്പിക്കുന്ന ഒരു മസ്ജിദിൽ പോയി നമസ്കരിക്കുമ്പോൾ പലപ്പോഴും പല നിലക്കുമുള്ള ബിദ്അത്തുകൾ, ഖുറാഫാത്തുകൾ, ശിർക്കൻ പ്രവർത്തനങ്ങൾക്ക് സാക്ഷികളാവേണ്ടുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സുന്നികളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മനഹജിനെ ഫോളോ ചെയ്യുന്ന സലഫികളുടെ പള്ളികളിൽ പോയി നമസ്കരിക്കലാണ് ഖൈർ. അവിടെയുള്ള 11 റക്അത്ത് നമസ്കാരം അല്ലെങ്കിൽ 13 റക്അത്ത് നമസ്കാരം അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിച്ച സുന്നത്തിനോട് കൂടുതൽ യോജിച്ച് നിൽക്കുന്നതും അത് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പ്രത്യേകം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ എവിടെ നോക്കുകയാണെങ്കിലും വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് ഈ തറാവീഹ് നമസ്കരിച്ച് തീർക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. ഇതൊരു ശരിയായൊരു നിലപാടാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? മാഷാ അല്ലാ. രാത്രി നമസ്കാരം നമ്മൾ സൂചിപ്പിച്ചതുപോലെ സുദീർഘമായി നമസ്കരിക്കലാണ് വളരെ അഫ്ളലായിട്ടുള്ളത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ നബിയുടെ കൂടെയാണല്ലോ റമളാൻ, അതേപോലെ തന്നെ തറാവീഹ്.
നബിയുടെ കൂടെ എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകൾക്കതൊരു പ്രയാസകരമായി തീരുന്ന രൂപത്തിൽ തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം എന്ന് പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൊതുവേ നമസ്കാരം എന്ന് പറഞ്ഞാൽ നബിയുടെ കൺകുളിർമയായിരുന്നു. ജുഇലത് ഖുറത്തു ഐനി ഫി സ്വലാഹ്, എൻ്റെ കൺകുളിർമ നമസ്കാരത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറയും, യാ ബിലാൽ അഖിമി സ്വലാഹ് അരിഹ്നാ ബിഹ, ഓ ബിലാൽ വേഗം ഇഖാമത്ത് കൊടുക്ക്, എനിക്ക് റാഹത്ത് താ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലാണ് റാഹത്ത് കണ്ടെത്തിയിരുന്നത്. അതേപോലെ തന്നെ സ്വഹീഹായ ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഉടനെ നമസ്കരിക്കുമെന്നായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മഹബ്ബത്താണ് കാണുന്നത്. പ്രത്യേകിച്ച് രാത്രി നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ നമസ്കരിച്ചപ്പോൾ നബിയുടെ 2 കാലുകളിലും നീര് വരുവോളം ഹത്താ തതഫത്തറ ഖദമഹ് എന്നാണ്, നബിയുടെ 2 കാലുകളിലും നീര് വരുന്ന അത്രയും നേരം സുദീർഘമായി നിന്ന് നമസ്കരിച്ചിരുന്നു. അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട അങ്ങുന്ന് എന്തിനാണ് ഇത്രയും സുദീർഘമായി നിന്ന് നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി പോലും അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശക്കൂറ, ഒരു നന്ദിയുള്ള അടിമയാവാൻ എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടെ ആയിഷ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അവിടെയും അഫലാ ഉഹിബ്ബു, എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുകയാണ്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ നമസ്കരിച്ചു. ആദ്യം സൂറത്തുൽ ബഖറ 100 ആയത്തിൽ അവസാനിപ്പിക്കുമെന്ന് എനിക്ക് തോന്നി, റുക്കൂ ചെയ്യുമെന്ന് തോന്നി, പക്ഷേ അവസാനിപ്പിച്ചില്ല. 200-ലും അവസാനിപ്പിച്ചില്ല. അവസാനം സൂറത്തുൽ ബഖറയിൽ അവസാനിപ്പിക്കുന്നു തോന്നി, പക്ഷേ സൂറത്തുൽ ബഖറ കഴിഞ്ഞ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ നിസായിലേക്ക് പോയി, പിന്നെ സൂറത്തു ആല ഇമ്രാൻ. അപ്പോൾ സുദീർഘമായ നബിയുടെ നമസ്കാരമാണ്. അപ്പോൾ ആ രൂപത്തിൽ നമസ്കരിക്കുവാൻ സ്വഹാബികൾക്ക് പോലും സാധിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്തറിൻ്റെ സമയത്ത് എഴുന്നേൽപ്പിക്കുമായിരുന്നു എന്നാണ്. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. അപ്പോൾ നബിയെപ്പോലെ നമസ്കരിക്കാൻ കഴിയില്ല സ്വഹാബികൾക്ക് പോലും. പിന്നെ 14 നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ളത് പറയേണ്ടതില്ലല്ലോ. മാത്രമല്ല ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു റമളാനിൽ, അതും ഒരു റമളാനിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിക്കുകയാണ്. അപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബിയുടെ പിറകിൽ പോയി മൗമുമായി കൂടി. അത് കണ്ട് വേറെയും 1-2 ആളുകൾ കൂടി, അങ്ങനെ 3-ലധികം ആളുകളായി ആ ഒരു ജമാഅത്തായി. അപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ പിറകിൽ കൂടി എന്ന് തോന്നിയപ്പോൾ ഫജഅല യതജവ്വസു ഫി സ്വലാഹ്, നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ മൗമൂമിങ്ങളെ പരിഗണിച്ചു. എന്നിട്ട് അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ഓതി, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിലേക്ക് കയറി സുദീർഘമായി നമസ്കരിച്ചു. അപ്പോൾ ആളുകളെ പരിഗണിച്ചുകൊണ്ട്, പൊതുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, നിങ്ങൾ ഇമാമായി നിൽക്കുമ്പോൾ പിറകിലുള്ളവരെ പരിഗണിക്കണം. അപ്പോൾ പിറകിലുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ട് രാത്രി നമസ്കാരം ചുരുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു സ്വഭാവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നുബുവത്തിന് ശേഷം ഒരു 14 നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ജനങ്ങളുടെ ഈമാനിലും തഖ്വയിലുമൊക്കെയുള്ള ഒരു വലിയ കുറവ് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ഖൈറ് കിട്ടുന്ന രൂപത്തിൽ ചുരുക്കി നമസ്കരിക്കുന്നതിൽ വിരോധമൊന്നുമില്ല. എങ്കിലും സാധിക്കുന്നത്ര ദൈർഘ്യമേറി നമസ്കരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് എന്നാണ് പറയാനുള്ളത്. അൽഹംദുലില്ലാ. അപ്പോൾ ജനങ്ങളെ പരിഗണിച്ചുകൊണ്ട് ആ ദൈർഘ്യത്തെ കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ പലരും ഇങ്ങനെ ദൈർഘ്യം കുറച്ചുള്ള നമസ്കാരത്തെ കുറ്റപ്പെടുത്തുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും, പക്ഷെ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, തറാവീഹ് നമസ്കാരം എന്നുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നൊരു ബിദഅത്താണെന്നും അദ്ദേഹം ഒരു ഇമാമിനെ സംഘടിപ്പിക്കുകയും അങ്ങനെ ഒരു ജമാഅത്തായിട്ട് നമസ്കാരം നിശ്ചയിക്കുകയും ചെയ്തിട്ട് നിഅമത്തുൽ ബിദഅത്തു ഹാദിഹി എന്ന് പറയുകയും ചെയ്തു എന്നുള്ള ചർച്ച സമൂഹത്തിൽ ധാരാളമായി കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നൊരു ബിദഅത്താണോ ഇത്? അദ്ദേഹം ബിദഅത്ത് എന്നത് പറഞ്ഞിട്ടുള്ള ഉദ്ദേശം എന്താണ്? ഇതൊന്ന് വിശദീകരിക്കാമോ? മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ നമ്മൾ വളരെ കൃത്യമായി വിശദീകരിച്ചു. തറാവീഹ് നമസ്കാരം അല്ലെങ്കിൽ ഖിയാമു റമളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹനം നൽകിയതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിച്ച ഹദീസുകളൊക്കെ നമ്മൾ ഉദ്ധരിച്ചു. അതുകൊണ്ട് തന്നെ ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയതല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയതാണെങ്കിൽ എങ്ങനെയാണ് അത് സംഭവിക്കേണ്ടത്? അദ്ദേഹം എങ്ങനെ ആലോചിക്കുകയാണ്, റമളാനിൽ പ്രത്യേകിച്ച് നമസ്കാരമൊന്നുമില്ല, അപ്പോൾ നമുക്ക് കുറച്ച് ജനങ്ങളെ കൂട്ടിയിട്ട് പള്ളിയിൽ ഒരു ജമാഅത്തായി നിർവഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂടി അതിന് കൂടെ നിൽക്കുകയല്ലേ ചെയ്യുക, അല്ലെങ്കിൽ ഇമാമായി നിൽക്കുകയല്ലേ ചെയ്യുക. ആളുകളെ പ്രത്യേകം അനൗൺസ്മെൻറ്റ് ചെയ്ത് വിളിച്ചു കൂട്ടണ്ടേ? ഇതങ്ങനെയല്ല. മറിച്ച് അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുൽ ഖാരി അദ്ദേഹം പറയുന്നുണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ അദ്ദേഹം മസ്ജിദിലേക്ക് പുറപ്പെട്ടു റമളാനിൽ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇത് കാണാം. അതേപോലെ തന്നെ
വിശദ ഭാഗങ്ങൾ ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ. അപ്പോൾ പള്ളിയിലേക്ക് പോയപ്പോൾ ആളുകൾ മദീന പള്ളിയിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയതാണെങ്കിൽ അവിടെ നമസ്കാരം നടക്കാൻ പാടില്ലല്ലോ. അവിടെ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവരുണ്ട്, ചെറിയ ചെറിയ സംഘങ്ങളായി നമസ്കരിക്കുന്നവരുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇങ്ങനെ ഓരോ ആളുകളും അവിടെയും ഇവിടെയും ചെതറി നമസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റ ഇമാമിൻ്റെ കീഴിൽ എല്ലാവരും കൂടി നമസ്കരിക്കലാണ്. അതിൽ സംശയമില്ലല്ലോ. ഒറ്റ വലിയ ജമാഅത്തല്ലേ ഖൈർ. അതും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന തത്വമല്ലല്ലോ. എല്ലാവരും ഒരു വലിയ ജമാഅത്തായി നമസ്കരിക്കലല്ലേ ചെതറി നമസ്കരിക്കുന്നതിനേക്കാൾ ഖൈർ. അതുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്, ഒരു ഇമാമിൻ്റെ കീഴിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ എല്ലാവരെയും കൂടി കൊണ്ടുവന്നു. അല്ലാതെ അദ്ദേഹം ആളുകളെ വിളിച്ചുകൂട്ടി പുതിയൊരു നിസ്കാരം തുടങ്ങിയതല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഇത് എത്ര നല്ല ബിദ്അത്താണ് എന്ന് പറഞ്ഞാൽ ഇത് അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലും നേരത്തെ ഇങ്ങനെ ഒറ്റയും കൂട്ടവുമായിക്കൊണ്ടൊക്കെയുള്ള നമസ്കാരമാണ്, പലരുമാണ് നമസ്കരിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ ജമാഅത്തിൻ്റെ കീഴിൽ അതിനു മുമ്പ് വന്നിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു കാലഗണനയെ പരിഗണിച്ച് ഭാഷാപരമായി പറഞ്ഞതാണ് സമീപകാലത്തൊന്നും ഇല്ലാത്തത് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. എന്നാൽ നബിയുടെ കാലഘട്ടത്തിൽ ഇതുണ്ടായിട്ടുണ്ട്, വലിയ ജമാഅത്ത് നടന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉദ്ധരിച്ചു ഇമാം തിർമിദി, അതേപോലെ തന്നെ ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെയും കൊണ്ട് റമളാനിൽ നമസ്കരിച്ചു എന്നാണ്. ആദ്യം നമസ്കരിച്ചപ്പോൾ ഏകദേശം ഹത്താ ദഹബ സുലുസുല്ലൈൽ എന്നാണ്, രാത്രിയുടെ 1/3 തീരുന്നത് വരെ നമസ്കരിച്ചു എന്നാണ്. രാത്രിയെ 3 ആക്കിയാൽ അതിൽ 1/3 നമസ്കരിച്ചു. പിന്നീടുള്ള നമസ്കാരം പകുതിയോളം രാത്രി നമസ്കരിച്ചു. പിന്നീട് നമസ്കരിച്ചപ്പോൾ ഞങ്ങൾ സുഹൂർ അത്താഴം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടു എന്നാണ്. അപ്പോൾ പള്ളിയിൽ വലിയ ജമാഅത്തായിരുന്നു എന്നാണ്, പള്ളി നിറഞ്ഞൊഴുകി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ നമസ്കരിച്ച നമസ്കാരമാണത്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്, സമീപകാലത്തില്ലാത്തൊരു കാര്യം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് ജനങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ജമാഅത്ത് ഒഴിവാക്കി, ജനങ്ങളോട് വീട്ടിൽ പോയി നമസ്കരിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അത് ജമാഅത്തായി നിർവഹിച്ചിട്ടില്ല. അത് ഈ പേടി കൊണ്ടാണ്, ഈ ഉമ്മത്തിനോടുള്ള കാരുണ്യം കൊണ്ടാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആ പേടി നിലനിൽക്കുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അതങ്ങനെ തന്നെ തുടർന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാവരെയും കൂടി ഒരു ഒറ്റ ഇമാമിൻ്റെ കീഴിലാക്കി, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഇസ്ലാമിലില്ലാത്ത പുതിയൊരു നമസ്കാരം അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് ഈ സംഭവത്തിലൂടെ എന്നാണ് മനസ്സിലാക്കി തരാനുള്ളത്. അൽഹംദുലില്ലാ, വളരെ വ്യക്തമാണ്. ഇനി ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം, ഈ തറാവീഹ് നമസ്കാരം പള്ളിയിൽ വെച്ച് ജമാഅത്തായിട്ട് ഒരുമിച്ച് നമസ്കരിക്കലാണോ അതോ ഒറ്റയ്ക്ക് വീട്ടിൽ വെച്ചോ പള്ളിയിൽ വെച്ചോ നമസ്കരിക്കലാണോ കൂടുതൽ ഉത്തമം? മാഷാ അല്ലാഹ്, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണിത്. എന്നാൽ അതൊരു അഭിപ്രായ വ്യത്യാസമല്ല, കൂടുതൽ ഖൈർ ഏതാണ് എന്ന് പറയുന്നിടത്ത് വ്യത്യസ്ത വീക്ഷണകോണുകളിലൂടെ അവർ ഇതിനെ നോക്കിയിട്ടുണ്ട്. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരുമിച്ച് കൂടിയ ആളുകളോട് പറയുന്നുണ്ട്, നിർബന്ധ നമസ്കാരം ഒഴികെയുള്ള നമസ്കാരം വീട്ടിൽ വെച്ചാണ് ഖൈർ, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി നമസ്കരിച്ചോളൂ എന്നീ കൂടിയ ആളുകളോട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് കൂടുതൽ ഖൈർ, ജമാഅത്തായി നിർവഹിക്കൽ അനുവദനീയമാണെങ്കിലും ഇങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം, എത്ര വലിയ തഖ്വയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും സൂക്ഷ്മമായതും സുരക്ഷിതമായതുമായ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തറാവി നമസ്കരിച്ച സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേതാണെന്ന് ചോദിച്ചാൽ, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 2ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചപ്പോൾ പകുതി വരെയാണ് നമസ്കരിച്ചത്, രാത്രി പകുതി വരെ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ ലൗ നഫൽതനാ ബഖിയ്യത ലൈലത്തിന, ഇനിയുള്ള സമയം കൂടി നമസ്കരിച്ചാൽ ഖൈറായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം രാത്രിന് പകുതിയും ബാക്കിയുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അദ്ദേഹത്തോട്, മൻ സല്ല മഅൽ ഇമാമി ഹത്താ യൻസരിഫ് കുതിബ ലഹു ഖിയാമു ലൈല, ഒരു ഇമാമിൻ്റെ കൂടെ ഇമാം പിരിയുന്നത് വരെ ആരാണോ നമസ്കരിക്കുന്നത് അവർക്ക് ആ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നതാണ്. മറ്റൊരു റിവായത്തിലുള്ളത് ഹുബിസ ലഹു എന്നാണ്, ഖിയാമുലൈല, ഖിയാമുലൈല അദ്ദേഹത്തിന് വേണ്ടി പിടിച്ചു നിർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ പ്രതിഫലം ലോക്കഡായി, അത് സ്ഥിരപ്പെട്ടു. അപ്പോൾ ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ചാൽ ഖിയാമുലൈലിൻ്റെ പ്രതിഫലം സ്ഥിരപ്പെട്ടു എന്ന ഗ്യാരണ്ടി അത് ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സുരക്ഷിതമായി അതേപോലെ തന്നെ മനസ്സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു കാര്യം
അത് ജമാഅത്തായി നിർവഹിക്കലാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെയും സച്ചരിതരായ എൻ്റെ ഖലീഫമാരുടെയും ചര്യയെ പിന്തുടരണം. അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫ ഇറാഷിദീൻ അൽ മഹ്ദിയീൻ. അപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇത് ജമാഅത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇശാ കഴിഞ്ഞ ഉടനെ ധാരാളം സ്വഹാബികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ആരും അതിന് എതിർപ്പ് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വഹാബികളുടെ ഇജ്മാ അതിലുണ്ട്. പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഇത് പള്ളിയിലുള്ള ജമാഅത്ത് ഒരു ഇസ്ലാമിൻ്റെ ചിഹ്നമായി നാളിതുവരെ തുടർന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഷിആറിനെ നിലനിർത്തൽ അഫ്ളലാണ്. അത് ഖലീഫമാരുടെ സുന്നത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞതെന്താണ്? പിന്നീട് വരാതിരുന്നത് ജമാഅത്തായി നിർവഹിക്കുന്നത്, അത് വരാതിരിക്കാനുള്ള നബിയുടെ തടസ്സം പോലും എന്തായിരുന്നു? ഇത് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഇനിയും വരുമായിരുന്നു, ആ ജമാഅത്ത് തുടരുമായിരുന്നു എന്നല്ലേ. അപ്പോൾ അതിൽ നിന്നും സൂചന ലഭിക്കുന്നത് റമളാനിൽ അത് പള്ളിയിൽ വെച്ചുള്ള വലിയ ജമാഅത്ത് തന്നെയാണ് ഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിന്നീട് ആവർത്തിക്കാതിരുന്നത് വേറെ ചില കാരണങ്ങൾ കൊണ്ടാണ്. എന്നാൽ സ്വഹാബികൾ അതിനെ വീണ്ടും പുനഃസംഘടിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് കാരണങ്ങൾ കൊണ്ട്, ഒന്ന് ഖിയാമുൽ ലൈലിൻ്റെ സമ്പൂർണ്ണ പ്രതിഫലം ലഭിക്കുമെന്നതുകൊണ്ടും പിന്നെ ഈ പറയപ്പെട്ട കാരണങ്ങൾ കൊണ്ടും പള്ളിയിൽ വെച്ചുള്ള ആ ഒരു ജമാഅത്തിന് കൂടുതൽ ഫളലുണ്ട്. എന്നാൽ അതേ സന്ദർഭത്തിൽ ഇത് തുടക്കത്തിൽ കുറഞ്ഞ സമയങ്ങളിൽ നിന്ന് നമസ്കരിക്കലാണ്. ഒരാൾക്ക് കൂടുതൽ ഖുർആൻ അറിയാം, കൂടുതൽ നിന്ന് നമസ്കരിച്ച ശീലമുള്ള ആളാണ്, അദ്ദേഹത്തിന് അത് കഴിയുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ രാത്രിയുടെ അവസാന യാമത്തിലേക്ക് അത് നീട്ടിവെക്കുന്നതാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഖൈർ. കാരണം ഈ ജമാഅത്തിൽ ആര് പങ്കെടുത്തിട്ടില്ല? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു എന്നാണ്, ഇപ്പോൾ നമസ്കരിക്കുന്നതിനേക്കാൾ ഖൈർ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമസ്കരിക്കലാണ്. പിന്നീട് അദ്ദേഹം നമസ്കരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മൗലയൊക്കെ നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് പല ഹദീസുകളിലും കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമസ്കരിക്കാൻ ധൈര്യമുള്ള കൂടുതൽ ഹിഫ്ളുള്ള ആളുകൾക്ക് അങ്ങനെ നമസ്കരിക്കാൻ കുഴപ്പമൊന്നുമില്ല. എങ്കിലും എല്ലാവർക്കും ഉൾക്കൊള്ളാനും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ആ പ്രതിഫലം വാങ്ങാൻ ഉള്ള ഒരു വലിയ അവസരമാണ് ജമാഅത്ത് നമസ്കാരം എന്നാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അൽഹംദുലില്ലാഹ്, വളരെ വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെ ജമാഅത്തായി നമസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നമസ്കാരം 4 റക്അത്തോ അല്ലെങ്കിൽ 8 റക്അത്തോ അവസാനിക്കുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് പിരിഞ്ഞു പോകണം. നമ്മൾ പള്ളിയിലൊക്കെ സാധാരണ കാണാറുണ്ട്. ഇങ്ങനെ നമസ്കാരത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അത് തറാവീഹ് മുഴുവനാക്കാതെ പിരിഞ്ഞു പോകുന്നതിൻ്റെ ഇസ്ലാമികമായ വിധി എന്താണ്? അങ്ങനെ പിരിഞ്ഞു പോവൽ ജായിസാണ് എന്ന് പറഞ്ഞാൽ അനുവാദമുണ്ട്. അദ്ദേഹത്തിൻ്റെ അതുവരെ നമസ്കരിച്ച നമസ്കാരം ബാത്തിലാവൂല, പക്ഷേ അഫ്ളലിനെതിരാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ സല്ല മഅൽ ഇമാമി ഹത്താ യൻസരിഫ്, നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളത് ഇമാമ് പിരിയുന്നത് വരെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇമാമിനെ അവിടെ നിർത്തിക്കൊണ്ട് മഅ്മൂമിങ്ങൾ പിരിയുക എന്നുള്ളത് പോലും ഒരു നല്ല നിലപാടല്ല. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുഅ്തമ ബിഹി, ഇമാമിനെ നിർത്തപ്പെട്ടത് പിന്തുടരപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമസ്കാരവും ഈ 2 റക്അത്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് വിശ്രമിക്കാനും എഴുന്നേറ്റ് പോകാനും. എന്നാൽ പോലും ഇമാം സലാം വീട്ടി പിരിയുന്നത് വരെ ഇമാമിൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്താൽ ആ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം ലഭിക്കും. ആ ഒരു വമ്പിച്ച പ്രതിഫലമാണ് ഇടയ്ക്ക് വെച്ച് എഴുന്നേറ്റ് പോകുന്ന ആളുകൾ നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. അൽഹംദുലില്ലാഹ്. ഇനി 11 13 റക്അത്തുകൾ നമസ്കാരം പൂർത്തിയാക്കിയ ഒരാൾക്ക് പിന്നീട് നമസ്കരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് നമസ്കരിക്കാൻ അനുവാദമുണ്ടോ? തീർച്ചയായും. പല ആളുകൾക്കുമുള്ള സംശയമാണ് വിത്ർ നമസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമസ്കരിക്കാൻ പാടുണ്ടോ എന്ന്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ബഅദൽ വിത്രി റക്അത്തൈൻ, വിത്റിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. ഇമാം നവവി അടക്കമുള്ള മഹാപണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് വിത്റിന് ശേഷവും നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമസ്കരിക്കാനുള്ള അനുവാദത്തെ കാണിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമസ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നമസ്കരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നീട് ഈ 2 റക്അത്തായിട്ടാണ് നമസ്കരിക്കേണ്ടത്. അതേപോലെ തന്നെ പലരും ചോദിച്ച ഒരു ചോദ്യമാണ്, വിത്രൊക്കെ കഴിഞ്ഞു, തറാവീഹ് കഴിഞ്ഞു, ഇനി തഹജ്ജുദ് നമസ്കരിക്കാമോ? ഞാൻ സൂചിപ്പിച്ചു, തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ നൽകപ്പെടുന്ന ഒരു പേര് മാത്രമാണ്. സത്യത്തിൽ അത് രാത്രി നമസ്കാരമാണ്. റമളാനിലും ഒരാൾ ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിച്ചാൽ അതിന് തഹജ്ജുദ് എന്ന് പറയാം, ഖിയാമു റമളാൻ എന്ന് പറയാം, ഖിയാമുൽ ലൈൽ എന്ന് പറയാം, തറാവീഹ് എന്ന് പറയാം. ഇതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരാൾ തറാവീഹ് നമസ്കരിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന് തോന്നുകയാണ് രാത്രിയുടെ അവസാന യാമത്തിൽ എനിക്ക് നമസ്കരിക്കണം. അൽഹംദുലില്ലാഹ്, അയാൾക്ക് നമസ്കരിക്കാം, വിത്റിന് ശേഷം നമസ്കരിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ 2 റക്അത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്, പിന്നെ വീണ്ടും വിത്റാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 2 നമസ്കരിക്കാം. മാത്രമല്ല ലാ വിത്റാനി ഫിൽ ലൈൽ, ഒരു രാത്രിയിൽ 2 തവണ വിത്ർ നമസ്കരിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മഹാനായ സ്വഹാബി തൽഖ് ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം
ഒരു പള്ളിയിൽ വെച്ച് നമസ്കരിക്കും മുഴുവനായി 11 റക്അത്ത് നമസ്കരിക്കും, അല്ലെങ്കിൽ എത്രയാണോ അത്രയും നമസ്കരിച്ച് വിത്റാക്കും. പിന്നീട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ പോകും. അപ്പോൾ അവിടെയുള്ള ആളുകൾ ഇദ്ദേഹത്തെ കാത്തു നിൽക്കും. അപ്പോൾ അദ്ദേഹം അവർക്കും ഇമാമായി നമസ്കരിക്കും. അപ്പോൾ നേരത്തെ വിത്ർ നമസ്കരിച്ച ആളാണ് ഇവിടെ വന്ന് വീണ്ടും നമസ്കരിക്കുന്നത്. എന്നിട്ട് വിത്റായി കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? മറ്റൊരാളോട് പറയും, നിങ്ങൾ നമസ്കരിക്കുക, കാരണം ഞാൻ ഓൾറെഡി വിത്ർ നമസ്കരിച്ചിട്ടുണ്ട്. ലാ വിത്രാനി ഫില്ലൈൽ, ഒരു രാത്രിയിൽ 2 വിത്ർ നമസ്കരിക്കാൻ പാടില്ല. അപ്പോൾ സ്വഹാബി പോലും എന്തേ മനസ്സിലാക്കിയിട്ടുള്ളൂ? 2 വട്ടം വിത്ർ നമസ്കരിക്കരുതെന്നേ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്നാൽ 11-ൽ കൂടുതൽ നമസ്കരിക്കരുതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്തു പറയും? ഞാൻ നമസ്കരിക്കാനില്ല, ഞാൻ ഓൾറെഡി നമസ്കരിച്ചു എന്നല്ലേ പറയാം. പക്ഷേ അദ്ദേഹം വിത്റിൽ നിന്ന് മാത്രമേ വിട്ടു നിന്നിട്ടുള്ളൂ, മറ്റ് നമസ്കാരം അദ്ദേഹം നിർവഹിച്ചു. അപ്പോൾ അതിൽ നിന്ന് വേറൊരു തത്വം കൂടി കിട്ടി, 11-ൽ കൂടുതൽ നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. അൽഹംദുലില്ലാ. അപ്പം വിത്ർ നമസ്കാരം നിസ്കരിച്ച് പൂർത്തിയാക്കിയാലും വീണ്ടും നമസ്കരിക്കാം എന്നുള്ളത് മനസ്സിലായി. പലരും 8 റക്അത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് വിത്ർ ബാക്കി വെച്ചിട്ട് പിരിഞ്ഞു പോകുന്നത് പിന്നീട് മറ്റൊരു ജമാഅത്തിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ സ്വന്തമായി നമസ്കരിക്കാനോ വേണ്ടിയിട്ടാണ്. ഇനി അഥവാ അങ്ങനെ 8 റക്അത്ത് നമസ്കാരം അവസാനിപ്പിച്ചിട്ട് പോകുന്ന ആളുകൾ പുതിയൊരു ജമാഅത്തിലേക്ക് പങ്കെടുക്കുമ്പോൾ എന്താണ് അവർ ചെയ്യേണ്ടത്? എന്ന് പറഞ്ഞാൽ വിത്ർ നമസ്കരിച്ചിട്ട് ഒരു ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ചിട്ട് വീണ്ടും നമസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിന് 2 രീതിയാണുള്ളത് ഉലമാക്കൾ പറഞ്ഞത്. ഒന്നുകിൽ ആദ്യത്തെ ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുമ്പോൾ വിത്രും ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കണം. കാരണം ഇമാമ് പിരിയുന്നത് വരെ നമ്മൾ ഇമാമിൻ്റെ കൂടെ ഉണ്ടാവണം, എങ്കിൽ ഖിയാമുൽ ലൈൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഇമാം സലാം വീട്ടുമ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്യുക? സലാം വീട്ടാതെ എഴുന്നേറ്റ് ഒരു റക്അത്ത് കൂടി നമസ്കരിച്ച് 12 ആക്കുക. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇരട്ടയിലാണ് അവസാനിപ്പിച്ചത്. ഇമാമിൻ്റെ കൂടെ സലാം വീട്ടരുത്, എഴുന്നേറ്റ് ഒരു റക്അത്ത് കൂടി നമസ്കരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 12 ആയല്ലോ. പിന്നീട് അദ്ദേഹം സ്വാഭാവികമായി നമസ്കരിച്ച് ലാസ്റ്റ് വിത്റാക്കിയാൽ മതി. അല്ലെങ്കിൽ ഇനി ഈ ഇമാമിൻ്റെ കൂടെ വിത്ർ നമസ്കരിച്ചെങ്കിൽ പിന്നെ നമസ്കരിക്കേണ്ടതൊക്കെ എങ്ങനെ? ഈ രണ്ടായി. പിന്നെ വിത്ർ നമസ്കരിക്കാതിരുന്നാൽ മതി. അതും ആ ഇമാമിൻ്റെ കൂടെ വേറൊരു ഇമാമിൻ്റെ കൂടെയാണ് നമസ്കരിക്കുന്നതെങ്കിൽ അപ്പോൾ രണ്ടാമത് നമസ്കരിക്കുന്നതിന് എന്ത് ചെയ്താൽ മതി? 12 ആക്കിയാൽ മതി, വിത്റാക്കാതെ 12 ആക്കുക. അപ്പോൾ ഒന്നുകിൽ ആദ്യത്തേത് 12 ആക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ജമാഅത്ത് 12 ആക്കുക. ഈ രൂപത്തിലാണ് നമസ്കരിക്കേണ്ടത്. അൽഹംദുലില്ലാ, വളരെ വ്യക്തമാണ്. ഇനി 2 റക്അത്ത് തറാവീഹ് നമസ്കാരം കഴിയുമ്പോൾ അടുത്ത 2 റക്അത്തുണ്ട്. അങ്ങനെ 2 റക്അത്തുകൾക്കിടയിൽ ഏതെങ്കിലും രൂപത്തിലുള്ള സ്വലാത്തുകളോ ദിക്റുകളോ അങ്ങനെ എന്തെങ്കിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? തറാവീഹ് നമസ്കാരം 2 റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം പല പള്ളികളിലും ജമാഅത്തായിട്ടൊക്കെയുള്ള പല സ്വലാത്തുകളും ദിക്റുകളും ഒക്കെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സ്വഹാബികളിൽ നിന്നോ അതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ഒരാൾക്ക് വേണമെങ്കിൽ ആ ഒഴിവ് സന്ദർഭത്തിൽ മറ്റേതൊരു സമയത്തും ചൊല്ലുന്നത് പോലെ അയാൾക്ക് വ്യക്തിപരമായി സ്വലാത്തുകൾ ചൊല്ലാം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം, മറ്റു ദുആകൾ നടത്താം, ഖുർആൻ ഓതാം, മറ്റ് എന്ത് കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ഒരു പ്രത്യേക ദിക്റുകൾ അതിനായി ഉണ്ടാക്കുക, അത് ഇത്ര നിശ്ചിത എണ്ണം ചെല്ലണം എന്ന് പറയുക, അത് കൂട്ടമായി ചൊല്ലുക, അങ്ങനെ പ്രത്യേക രീതികൾ സ്വീകരിക്കരുത്. അത് ബിദ്അത്താണ്. അതല്ലാത്ത നിലക്ക് ഒരാൾക്ക് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നതിനോ ഖുർആൻ ഓതുന്നതിനോ സ്വലാത്തുകളോ ദിക്റുകളോ വർദ്ധിപ്പിക്കുന്നതിനോ കുഴപ്പമില്ല. എന്നാൽ പ്രത്യേകമായി ജമാഅത്തായി ഒരാൾ ചൊല്ലി മറ്റുള്ളവർ ഏറ്റു ചൊല്ലുന്ന അത്തരം രീതികൾ ബിദ്അത്താണ്, നബിയോ സഹാബികളോ ചെയ്തിട്ടില്ല. അൽഹംദുലില്ലാ, വളരെ വ്യക്തമാണ്. ഇനി റമളാനിൻ്റെ അവസാന 10-ൽ മാത്രം കാണപ്പെടുന്ന ഖിയാമുൽ ലൈൽ എന്ന പേരുള്ള നമസ്കാരം, തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് ഒരു മധ്യരാത്രിയൊക്കെ പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നീട് നടത്തപ്പെടുന്ന ഒരു ഖിയാമുൽ ലൈൽ എന്ന പേരുള്ള നമസ്കാരം, ഇതിന് വല്ല തെളിവുണ്ടോ? മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, രാത്രി നമസ്കാരത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് സുദീർഘമായി കഴിവിൻ്റെ പരമാവധി രാത്രിയിൽ നമസ്കരിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പേര് ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത് രാത്രി നമസ്കരിക്കുന്നത് കൊണ്ട്. തഹജ്ജുദ്, ഖിയാമു റമളാൻ ഒക്കെ വ്യത്യസ്ത പേരുകൾ അതിൻ്റെ സ്വഭാവം വെച്ച് നൽകുന്നു എന്നല്ലാതെ വേറെ വേറെ നമസ്കാരങ്ങളല്ല. അതുകൊണ്ട് തന്നെ സന്ദർഭത്തിൻ്റെയും സമയത്തിൻ്റെയും പ്രാധാന്യമനുസരിച്ച് ഈ നമസ്കാരം ദീർഘിപ്പിക്കുന്നതിൽ തെറ്റില്ല. ഉദാഹരണത്തിന് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ 3 ദിവസം റമളാനിൽ ജമാഅത്തായി നമസ്കരിച്ചു. ആദ്യത്തെ ദിവസം നമസ്കരിച്ചത് ഏകദേശം 1/3, പിന്നെ നമസ്കരിച്ചത് ഏകദേശം പകുതിയോളമാണ്. എന്നാൽ പിന്നീട് നമസ്കരിച്ചത് ഏകദേശം സുബഹി വരെയാണ്. എന്ന് പറഞ്ഞാൽ ഈ സമയങ്ങളിലൊക്കെ അവിടെ നമസ്കാരം നടന്നു. ഇത് അവസാനത്തെ 10-ലായിരുന്നു. പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ നമസ്കരിച്ചത് ആ നമസ്കാരത്തിൻ്റെ ഡേറ്റുകൾ കണ്ടാൽ കാണാൻ സാധിക്കും. 7 ദിവസം ബാക്കിയുള്ളപ്പോൾ, 5 ദിവസം ബാക്കിയുള്ളപ്പോൾ, 3 ദിവസം ബാക്കിയുള്ളപ്പോൾ എന്നൊക്കെ ഹദീസിൽ കാണാം. എന്ന് പറഞ്ഞാൽ ഒറ്റയിട്ട രാവുകളിലായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തത്. 27-ാം രാവിൽ അള്ളാഹുവിൻ്റെ റസൂൽ സുദീർഘമായി നമസ്കരിച്ചു. എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന രാത്രികളാണ് അവസാനത്തെ 10 ദിവസങ്ങൾ. അത് കൂടുതൽ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കാരം ദീർഘിപ്പിച്ചുകൊണ്ടേയിരുന്നു.
ഇത് എല്ലാവർക്കും ചെയ്യാം, നബിയുടെ ചര്യയിൽപ്പെട്ടതാണത്. അതുകൊണ്ട് തന്നെ അവസാന 10 ആദ്യത്തെ തറാവീഹ്, അതിനു പുറമെ കൂടുതൽ സമയം പിന്നീടൊരു സമയത്ത് ഖിയാമുൽ നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ വേറെ വേറെ നിസ്കാരമാണെന്ന് ധരിക്കരുത്. പിന്നെ പേരിടാനുള്ള കാരണം ആളുകൾക്ക് മനസ്സിലാവാനാണ്. ഇപ്പോൾ ഖിയാമുൽ എന്ന് പറഞ്ഞ ആളുകൾ ഒരിക്കലും ഇശാന് ശേഷം അത് കാത്തു നിൽക്കില്ല, പിന്നീടാണ് വരിക. അപ്പം ജനങ്ങൾക്ക് വേർതിരിച്ചറിയാൻ വേണ്ടി പേരിടുന്നു എന്നല്ലാതെ വേറെ വേറെ നമസ്കാരമല്ല. അങ്ങനെ ധരിക്കാനും പാടില്ല. മറിച്ച് ഇതൊക്കെ ഒറ്റ നമസ്കാരമാണ്. രാത്രിയിൽ അവസാനത്തിലേത് ഒറ്റയാക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ പള്ളികളിൽ ശരിക്കിത് നടക്കേണ്ടത്, ഒരേ പള്ളിയിൽ ഖിയാമുൽ കൂടി ഉണ്ടെങ്കിൽ അവർ ഒറ്റയിൽ ആദ്യം അവസാനിപ്പിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇരട്ടയിൽ അവസാനിപ്പിച്ചിട്ട് നിർത്തട്ടെ, എന്നിട്ട് വീണ്ടും വരട്ടെ, എന്നിട്ട് നമസ്കരിച്ച് ഒറ്റയിൽ അവസാനിപ്പിക്കട്ടെ. ഇത് പൂർണ്ണമായും നമസ്കരിക്കുമ്പോൾ ആളുകൾക്കും ധാരണയാണെന്ത്, തറാവി വേറെയാണ്, ഖിയാമുൽ വേറെയാണ്. സത്യത്തിൽ ഇത് ഒറ്റ നമസ്കാരമാണ്. ഇതിനിടയിൽ വിശ്രമിക്കുക, ഇടയ്ക്ക് കിടന്നുറങ്ങുക, ഇതൊക്കെ നബിയുടെ ചര്യയായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു തെറ്റല്ല. പക്ഷേ അതൊരൊറ്റ നമസ്കാരമാണ് എന്ന് തിരിച്ചറിയണം. വ്യത്യസ്ത സമയങ്ങളിലേക്ക് അത് നീട്ടുന്നത് കൂടുതൽ പ്രതിഫലം കിട്ടാനാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ, ഇഷ്കാലുകൾ ഉണ്ടാവുകയില്ല. അൽഹംദുലില്ലാ, വളരെയധികം വ്യക്തമാണ്. ഇനി അവസാനമായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ വിത്തറിൽ കുനൂത്ത് സാധാരണ നമ്മുടെ പള്ളികളിൽ ഓതാറുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു തെളിവ്? വിത്തറിലെ കുനൂത്ത് ധാരാളം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഹിബ്ബാൻ, അതേപോലെ തന്നെ ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിൻ്റെ മുസന്നഫിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. സ്വഹാബികൾ വിത്തറിൽ കുനൂത്ത് ഓതാറുണ്ടായിരുന്നു. റമളാനിൽ ചിലർ മുഴുവനായി ഓതിയവരുണ്ട്, പകുതിക്ക് ശേഷം ഓതിയവരുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുൽ ഖാരി, അദ്ദേഹം ഇബ്നു ഖുസൈമ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അദ്ദേഹം പറയാണ്, റമളാൻ പകുതിക്ക് ശേഷം അവർ കുനൂത്ത് ഓതിയിരുന്നു. സുദീർഘമായി കുനൂത്തിൽ അദ്ദേഹം പറയുന്നത് യദ്ഉ ലിൽ മുസ്ലിമീന ബിമസ്തതാഅ മിനൽ ഖൈർ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സാധിക്കുന്നത്ര ഖൈറിനെ തേടിയിരുന്നു എന്നാണ്. അതേപോലെ തന്നെ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിരുന്നു, അള്ളാഹുവിനെ സ്തുതിച്ചിരുന്നു. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അബൂ റാഫിഅ മൗലായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നത്, ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുറകിൽ നമസ്കരിച്ചു. അദ്ദേഹം കുനൂത്ത് ഓതി റുക്കൂവിന് ശേഷം. എന്നിട്ട് കൈകൾ ഉയർത്തി ദുആ ചെയ്തു, ശബ്ദമുയർത്തി ദുആ ചെയ്തു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ റുക്കൂവിന് മുമ്പോ റുക്കൂവിന് ശേഷവും ഒക്കെ കുനൂത്ത് ഓതിയിരുന്നു. ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിൽ കാണാം, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ വിത്റിൽ കുനൂത്ത് ഓതിയിരുന്നു. ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വിത്റിൽ കുനൂത്തിൽ ഓതാൻ വേണ്ടി ഒരു ദുആ പഠിപ്പിച്ചു. അതാണ് പ്രസിദ്ധമായ അല്ലാഹുമ്മ ഇഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് എന്നുള്ള ദുആ ഉണ്ടല്ലോ. ഇത് വിത്റിലെ കുനൂത്തിൽ ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് എന്ന് ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ സഹാബികളിൽ നിന്ന്, ധാരാളക്കണക്കിന് സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യമാണ് വിത്റിലെ കുനൂത്ത്. അതൊരു ബിദഅത്താണെന്നൊക്കെ പലരും കരുതുന്നുണ്ട്. അവർ ആ ഹദീസുകളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അഅലം. അൽഹംദുലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് തറാവീഹ് നമസ്കരിച്ചതെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള മസ്അലകളും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി വരും എപ്പിസോഡുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ റമളാൻ എന്നുള്ള വിഷയത്തിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാം. മറക്കാതെ കാണുക. ഇൻഷാ അല്ലാഹ് ഉസ്താദ്, നമുക്ക് അവസാനിപ്പിക്കാം. അൽഹംദുലില്ലാ, തറാവീഹുമായി ബന്ധപ്പെട്ട പൊതുവെ പലർക്കുമുള്ള സംശയങ്ങളെ പ്രവാചകൻ്റെ ചര്യയിലൂടെ വിശദീകരിക്കുവാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനിയും വല്ലതും വിശദീകരിക്കുവാനുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാവുന്നതാണ്. ഇനിയും 1-2 കാര്യങ്ങൾ കൂടി നബിയുമായി ബന്ധപ്പെട്ട്, നബിയുടെ റമളാനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡുകളിൽ അത് വരുന്നതാണ്. എല്ലാവരും മറക്കാതെ കാണുക. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.